പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം കുടിവെള്ളം, ഗ്യാസ് കണക്ഷൻ, ശൗചാലയം, വൈദ്യുതി എന്നിവയും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ഉറപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഏറ്റവും മികച്ച തീരുമാനങ്ങളുമായി മോദി സർക്കാർ മുന്നേറുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകളാണ് നിർമ്മിക്കുന്നുവെന്നുള്ളത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, മന്ത്രിസഭായോഗം ഇനിയും അവസാനിച്ചിട്ടില്ല. മന്ത്രിസഭായോഗം ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തുടരുകയാണ്. 30 ക്യാബിനറ്റ് മന്ത്രിമാരും ഈ മന്ത്രിസഭയിൽ ഇപ്പോൾ ഹാജരായിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ ആദ്യ യോഗത്തിലെടുത്ത തീരുമാനം രാജ്യത്ത് 3 കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുവാൻ വേണ്ടിയാണ്. അതും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ വീടുകൾ നൽകുക. നഗര ഗ്രാമ ഭേദമന്യേയായിരിക്കും ഈ വീടുകൾ നൽകുക. വീടുകൾ നൽകുക മാത്രമല്ല, ആ വീടിന് ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതും കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, വിവിധ കേന്ദ്ര പദ്ധതികളും അതേപോലെ തന്നെ വിവിധ സംസ്ഥാന പദ്ധതികളിൽ കൂടി സഹകരിച്ചായിരിക്കും ഈ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തുക. അതിൽ ഏറ്റവും പ്രധാനം ശൗചാലയം തന്നെയാണ്. അതേപോലെ തന്നെ വൈദ്യുതി, വിവിധ സംസ്ഥാന പദ്ധതികൾക്ക് വൈദ്യുതി സൗജന്യമായി നൽകുന്ന വിവിധ സംസ്ഥാന പദ്ധതികളുണ്ട്. അതേപോലെ തന്നെ ജലവൈദ്യുത പദ്ധതി, കുടിവെള്ള പൈപ്പ് ലൈൻ നൽകുന്ന പദ്ധതി, ഇങ്ങനെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ഈ വീട് നൽകുക മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ആ വീട്ടിലെ ജനങ്ങൾക്ക് വാസയോഗ്യമായ രീതിയിൽ ആ വീട് നൽകുക, ഒപ്പം തന്നെ പാചകവാതക കണക്ഷൻ അടക്കം നൽകുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ മന്ത്രിസഭാ യോഗത്തിലൂടെ വ്യക്തമായത്. മന്ത്രിസഭാ യോഗം ഇനിയും അവസാനിച്ചിട്ടില്ല, പുരോഗമിക്കുകയാണ്. കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധിയുടെ അതുമായി ബന്ധപ്പെട്ട ഗഡു വിതരണം ചെയ്യാനുണ്ട്. 17ാം ഗഡു ഇതുവരെയായിട്ടും വിതരണം ചെയ്തില്ല. സ്വാഭാവികമായും അത് വിതരണം ചെയ്യാനുള്ള ഉത്തരവിൽ ഇന്ന് ഒപ്പുവെക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി നന്ദൻ. കേന്ദ്ര മന്ത്രിസഭ ആദ്യ യോഗം പുരോഗമിക്കുകയാണ്. മികച്ച പദ്ധതികളും തീരുമാനങ്ങളും തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.